നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സർക്കാരിന്റെ നിയമപരമായ പിന്തുണയും സ്വീകാര്യതയുമാണ് വൃത്തിയുടെ പോരാളികളെ ജനാധിപത്യ മുൻനിരയിലേക്ക് എത്തിച്ചതെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ്. 13ാമത് ദേശീയ സരസ് മേളയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന വൃത്തിയുടെ വിജയം വിജയാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിങ്ങൾ കൈവരിച്ച സാമൂഹിക അംഗീകാരം എത്രയാണ് എന്നതിൻ്റെ തെളിവാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിങ്ങളെ തേടി വരികയും നിങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുകയും ചെയ്തു എന്ന്. ഹരിതകർമ്മസേനയെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികളും അവസാനം ജയിക്കാൻ പറ്റിയ ഹരിതകർമ്മസേനക്കാരെ അന്വേഷിച്ചു അല്ലേ? കാരണം എല്ലാ വീടുമായിട്ട് ബന്ധമുണ്ട്, എല്ലാ വീട്ടിലും ചെല്ലുന്നുണ്ട്. ആളുകളുടെ മനോഭാവം ഇപ്പം മാറി. പണ്ട് ഹരിതകർമ്മസേനക്കാരോട് വിരോധമാണ്, ഇപ്പം മാറ്റം വന്നു. അപ്പം പിന്നെ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പണ്ട് എതിർത്തതാണെങ്കിലും ജയിക്കണമെങ്കിൽ ഇന്നാള് ഹരിതകർമ്മസേനയിൽ നിന്ന് വന്നാലേ ജയിക്കൂ വന്നു. അത് നിങ്ങൾ ആർജിച്ച, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ആർജിച്ച സാമൂഹിക അംഗീകാരമാണ്. ആ സാമൂഹിക അംഗീകാരത്തിന്റെ ഫലമായിട്ടാണ് 219 പേർ കേരളത്തിൽ വൃത്തിയുടെ പോരാളികളായിരുന്ന ആളുകൾ ഇന്ന് ജനങ്ങളുടെ നേതാക്കളായി തെരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുണ്ട്. ആക്ഷേപിച്ചവരെ കൊണ്ട് തന്നെ തിരുത്തി പറയിപ്പിച്ച് ജനപ്രീതി നേടിയ ഹരിതകർമ്മ സേനാംഗങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ ദേശീയ തലത്തിൽ തന്നെ മാതൃക സൃഷ്ടിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കെതിരെ സൈബർ ആക്രമണം നടത്തിയവരെ സർക്കാർ പിന്തുടർന്നു. വിട്ടുവീഴ്ചയില്ലാതെ അവർക്കെതിരെ കർശന നടപടിയെടുത്തു. ഇങ്ങനെ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് നാടിന്റെ ശുചിത്വ സൈന്യമായ ഹരിതകർമ്മസേന ഈ വിജയം കൈവരിച്ചത്. കേരള ജനതയ്ക്ക് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തതും ഈ ഹരിതകർമ്മ സേനാംഗങ്ങളാണെന്ന് മന്ത്രി ആവർത്തിച്ചു. മറ്റാരുടെയും മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ പലരും വാതിൽ കൊട്ടിയടച്ചതുപോലെ കൊട്ടിയടച്ചിട്ടുണ്ടാവില്ല. മറ്റാരും നിങ്ങൾ നേരിട്ടതുപോലുള്ള സൈബർ അധിക്ഷേപം നേരിട്ടിട്ടുണ്ടാവില്ല. മറ്റാരും നിങ്ങളെപ്പോലെ പിടിച്ചു പറിക്കാറെന്ന ആക്ഷേപം പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ആക്ഷേപിച്ചവരെ കൊണ്ടൊക്കെ തിരുത്തി പറയിപ്പിച്ചു വന്ന പ്രവർത്തന മികവിൻ്റെ ഉടമകളാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. അതുകൊണ്ട് അവിടെ നിന്ന് ഉയർന്നു വന്ന ജനപ്രതിനിധികൾ മറ്റേത് ജനപ്രതിനിധികളെക്കാൾ പ്രതിസന്ധികളെ നേരിടാൻ കരുത്തുള്ളവരായിരിക്കും എന്നതിൽ എനിക്ക് സംശയമില്ല. പൊതുയിടങ്ങളിൽ വലിച്ചെറിയപ്പെടേണ്ടിയിരുന്ന മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 547 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ജനവിധി തേടിയത്. ഇതിൽ വിജയിച്ച 219 പേരെയാണ് ചടങ്ങിൽ മന്ത്രി ആദരിച്ചത്. കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന ഉയരേ ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനവും കൈപ്പുസ്തക പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. അമ്മു സ്വാമിനാഥൻ വേദിയിൽ നടന്ന ചടങ്ങിൽ ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ബീരാൻകുട്ടി അധ്യക്ഷയായി. ശുചിത്വ മുന്നേറ്റം ഭരണശക്തി എന്ന വിഷയത്തിൽ മുൻ കില ഡയറക്ടർ ജനറൽ ജോയ് സി ഇളമൺ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ക്ലാസ് നൽകി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ടി.കെ. സുധീഷ് കുമാർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി.എ. ഹുസൈൻ, ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം സജീഷ് കളത്തിൽ, സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, CDS ചെയർപേഴ്സൺമാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ സ്വാഗതവും ഹരിതകർമ്മ സേന പ്രോഗ്രാം ഓഫീസർ മേഘ മേരി കോശി നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഇനി ഒരേ യൂണിഫോമിന് ആവശ്യമായ ചിലവുകൾ കുടുംബശ്രീ വഹിക്കും. 13ാമത് ദേശീയ സരസ് മേളയിൽ വൃത്തിയുടെ വിജയം വിജയാഘോഷത്തിൽ മന്ത്രിയുമായി സംവദിക്കാമെന്ന പരിപാടിയിലാണ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ പ്രഖ്യാപനം. കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്ന നിഷാകുമാരി എന്ന ജനപ്രതിനിധിയുടെ ആവശ്യപ്രകാരമായിരുന്നു പ്രഖ്യാപനം. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താതെ ജനപ്രതിനിധികളായി തുടരാമെന്നും സംവാദത്തിൽ മന്ത്രി അറിയിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ വാഹനങ്ങൾ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഹരിതകർമ്മ സേനാംഗങ്ങളായ തൊഴിലാളികളെല്ലാം യഥാർത്ഥത്തിൽ സംരംഭകരാണെന്നും സംവാദത്തിനിടെ മന്ത്രി വ്യക്തമാക്കി. റോഡ് നവീകരണം തുടങ്ങിയതോടെ പട്ടാമ്പി ടൗൺ ഗതാഗതക്കുരുക്കിലമരുന്നു. രാവിലെ മുതൽ തന്നെ നഗരത്തിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ദൃശ്യമായത്. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അതിരാവിലെ മുതൽ തന്നെ വാഹനങ്ങളുടെ വലിയ തിരക്കാണ് ടൗണിൽ അനുഭവപ്പെടുന്നത്. രാത്രി കാലങ്ങളിലാണ് ഇപ്പോൾ റോഡ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. പട്ടാമ്പി കമാനം മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ഉപരിതലം പൊളിച്ചു മാറ്റിയുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടത്തുന്നത്.
ഇതുമൂലം തന്നെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. കുടിവെള്ള പൈപ്പ് പൂട്ടുന്നതും പൊടിശല്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ടൗണിൽ അനുഭവപ്പെടുന്നുണ്ട്. റോഡ് നവീകരണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും തന്നെ ഒഴിവാക്കിയ നടപടി പാർട്ടി നേതൃത്വം പുനഃപരിശോധിക്കണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് സംഘടനാ ജില്ലാ IT കമ്മിറ്റി അംഗമായിരുന്ന മണികണ്ഠൻ വലാപ്പറമ്പിൽ ആവശ്യപ്പെട്ടു. കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നാഗലശ്ശേരി പഞ്ചായത്തിലെ പിലാക്കാട്ടേരി സ്വദേശിയായ വലാപ്പറമ്പിൽ മണികണ്ഠനെ പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചു എന്നാരോപിച്ചാണ് കഴിഞ്ഞ ദിവസം BJP സോഷ്യൽ മീഡിയ ജില്ലാ ടീമിൽ നിന്നും മറ്റെല്ലാ പാർട്ടി ചുമതലകളിൽ നിന്നും നീക്കം ചെയ്തത്. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലാണ് വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം അറിയിച്ചത്. ഇതിനുള്ള പ്രതികരണം എന്ന നിലയിലാണ് മണികണ്ഠൻ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനമോ അച്ചടക്ക ലംഘനമോ താൻ നടത്തിയിട്ടില്ല. പാർട്ടിക്കും കേന്ദ്ര സർക്കാരിനും യശസ് വർദ്ധിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് നാളിതുവരെയും നടത്തിയിട്ടുള്ളത്. നാഗലശ്ശേരിയുടെ ഏറ്റവും പീക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയും വീടുകൾ മോശം, പല കാര്യങ്ങളും മോശമായിട്ടുള്ള സ്ഥലം. ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ പദ്ധതി തന്നെ ഒരു ബാത്റൂം ഇല്ലാത്തവർക്ക് സ്വച്ഛ് ഭാരത് മിഷൻ വഴി നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഡയറക്റ്റ് ബ്ലോക്കിൽ പോയിട്ട് ഡയറക്റ്റ് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെതായുള്ള 12,000 15,000 ഫണ്ട് കിട്ടും. അതുപോലും വാങ്ങിക്കൊടുക്കാൻ അവിടെ ആളില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ അവിടെ പറഞ്ഞു ഞാനിവിടെ ജയിച്ചാലും തോറ്റാലും ഞാനിവിടെ ഉണ്ടാവും. ഈ വിഷമങ്ങൾ കണ്ടിട്ട് എനിക്കിവിടെ പോകാൻ പറ്റില്ല, ഞാനിതിനൊരു പ്രതിവിധി ചെയ്യും എന്ന് പറഞ്ഞു. അതിന് ഭാഗമായി ഞാനിതാ ഇപ്പോൾ അവിടെ ഒരു CSC സെൻറ്ററിൻ്റെ സഹായത്തിൽ ഒരു കോമൺ സർവീസ് സെൻറ്റർ ഞാൻ തൊൽക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ തുടങ്ങി. അതേപോലെ വീടുകളിൽ മരണഭയത്തിൽ കഴിയുന്ന കൊച്ചു കുട്ടികളുണ്ട്, തലയ്ക്ക് ഓട് പൊട്ടി വീഴുമോ എന്നൊക്കെ കരുതുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് പറഞ്ഞു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ അത് നമുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, വീഡിയോസ് അടക്കം വന്നു. എംപിമാരുടെ പോലും വീഡിയോസ് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്നു. അത് നമുക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് അതാരും വിലക്കെടുത്തില്ല. തൃത്താല നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ തയ്യാറാണ്. അതിനുള്ള കഴിവും അർഹതയും തനിക്കുണ്ട്. എന്നാൽ ചില വ്യക്തികൾ തൻ്റെ വളർച്ച തടയാൻ നടത്തുന്ന നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ മാറ്റി നിർത്തൽ നടപടിയെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പാർട്ടി നേതൃത്വം ഇക്കാര്യം വിശദമായി പരിശോധിക്കണമെന്നും മണികണ്ഠൻ പറഞ്ഞു. തൃത്താല നിയോജക മണ്ഡലത്തിൽ ഇടതുമുന്നണിക്കോ UDFനോ ചെയ്യാൻ കഴിയാത്ത വികസനം BJPക്ക് ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചാലിശ്ശേരി SC-UP സ്കൂളിൻ്റെ പരിസര പ്രദേശത്തുള്ള പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ആദരം 26 എന്ന പേരിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി MISC എഡ്യൂക്കേഷണൽ സൊസൈറ്റി കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പിലയുടെ അധ്യക്ഷതയിൽ തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി മുഖ്യാതിഥിയായി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ TK സുധീഷ് കുമാർ, TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹുസൈൻ പുളയഞ്ഞാലിൽ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആനി വിനു, സിജി ഷാബു, സുലൈഖ സുലൈമാൻ, സജീഷ് കളത്തിൽ, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഹസീന അഷ്റഫ്, ശശികുമാർ, രജിത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജനപ്രതിനിധികൾ അധികം പേരും സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായതിനാൽ ഹൃദയസ്പർശിയായ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. സ്കൂളിന്റെ ഭാവി പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ പങ്ക് നിർവഹിക്കുമെന്നും അവർ സൂചിപ്പിച്ചു. സഭാ ആത്മായ ട്രസ്റ്റി ശ്രീ ഗീവർമാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു, PTA പ്രസിഡന്റ് റഹിയാനത്ത് PA, MPTA പ്രസിഡന്റ് റെയ്ഹാനത്ത് VV, സ്കൂൾ പ്രധാനാധ്യാപകൻ മുഹമ്മദ് സൽമാൻ K, സീനിയർ അധ്യാപിക മിനി VK എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രഭിത OS നന്ദിയും പറഞ്ഞു. പട്ടാമ്പി ടൗണിലെ വ്യാപാരികൾക്കായി മിനി കുടിവെള്ള പദ്ധതി നടപ്പാക്കുമെന്ന് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി. നഗരസഭയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള പദ്ധതികൾക്കാണ് പ്രഥമ പ്രാധാന്യമെന്നും TP ഷാജി പറഞ്ഞു. ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പട്ടാമ്പി നഗരം എന്നും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം. ഇതിന് ശാശ്വത പരിഹാരം കാണാനുള്ള പദ്ധതികൾക്കാണ് പുതിയ ഭരണസമിതി മുൻഗണന നൽകുന്നത്. ഇതിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിലെ കച്ചവടക്കാർക്ക് മാത്രമായി മിനി കുടിവെള്ള പദ്ധതി ആരംഭിക്കും. ഇതിന്റെ ടെൻഡർ നടപടികൾ നടന്നുവരികയാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി പറഞ്ഞു. സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിർമ്മാണം
ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം പ്രഥമ പരിഗണന എന്ന് പറയുന്നത് കുടിവെള്ള പട്ടാമ്പി ഭാരതപ്പുഴ പട്ടാമ്പി നഗരത്തിലുണ്ടെങ്കിലും ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ റോഡ് പണിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൈപ്പ് നടപടി സ്വീകരിക്കുന്നത് കാരണം പല സ്ഥലങ്ങളിലും കുടിവെള്ളം പൈപ്പ് പൊട്ടി കുടിവെള്ളം കൃത്യമായി എത്തിക്കാനാവാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ തന്നെ ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിർമ്മാണം അതുപോലെ തന്നെ പൈപ്പിടൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി പട്ടാമ്പിയിലെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പട്ടാമ്പി നഗരത്തിലെ കച്ചവടക്കാർക്ക് വേണ്ടി മാത്രമായി ഒരു ചെറിയ കുടിവെള്ള പദ്ധതി ടൗണിൽ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ മേലെ പട്ടാമ്പിൽ പ്രവൃത്തി നടക്കുന്ന 10 ലക്ഷം ലിറ്ററിന്റെ ടാങ്കും അതോടൊപ്പം തന്നെ പട്ടാമ്പി നഗരത്തിൽ 1.5 ലക്ഷം ലിറ്ററിന്റെ ടാങ്കോട് കൂടിയിട്ടുള്ളൊരു കുടിവെള്ള പദ്ധതിക്ക് കൂടി രൂപം നൽകിയിട്ടുണ്ട്. ഗതാഗതക്കുരുക്കിൽ അമരുന്ന പട്ടാമ്പി പട്ടണത്തിൽ റെയിൽവേ ഓവർബ്രിഡ്ജോ അടിപ്പാതയോ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഫണ്ടുകൾ ലഭ്യമാക്കി റെയിൽവേയുമായി ചർച്ച നടത്തുവാനാണ് തീരുമാനമെന്നും ടി പി ഷാജി സൂചിപ്പിച്ചു. പട്ടാമ്പി നഗരത്തിലൊരു ഓവർബ്രിഡ്ജ് അല്ലെങ്കിൽ അണ്ടർ ബ്രിഡ്ജ് അതിനാവശ്യമായ നടപടികൾ ഈ നഗരസഭ ഭരണസമിതി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ MLA, MP, പഞ്ചായത്ത് എന്നിവർ ചേർന്ന് ഒരു പദ്ധതിക്ക് അന്ന് രൂപം നൽകിയതാണ്. അത് അന്ന് ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് അങ്ങോട്ട് MP-യുടെയും ഗവൺമെന്റിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റെയിൽവേയുമായി കൂടിയാലോചന നടത്തി അടിയന്തരമായി ഈ അണ്ടർ ബ്രിഡ്ജോ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജോ പണി തുടങ്ങാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. പുതിയ മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കകം പുതിയ കെട്ടിടത്തിലേക്ക് നഗരസഭയുടെ പ്രവർത്തനം മാറ്റാനാകും. പട്ടാമ്പി നഗരസഭയുടെ പുതിയ ഓഫീസിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്കകം തന്നെ അതിലേക്ക് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിലവിലുള്ള പട്ടാമ്പി മുനിസിപ്പൽ ഓഫീസ് അംഗവൈകല്യം സംഭവിച്ച ഒരു കൂട്ടായ്മ നടത്തുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ സീനിയർ സിറ്റിസനും ആവശ്യമായ സ്ഥലങ്ങൾ അവർക്ക് നൽകണമെന്ന് നഗരസഭ ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പട്ടാമ്പിയിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് ഭാരതപ്പുഴയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതി നേതൃത്വം നൽകാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പട്ടാമ്പി ടൗൺ പാർക്കിന്റെ ഭാഗമായി ജനങ്ങൾ കൈവശം വെച്ചിരുന്ന അല്ലെങ്കിൽ കയ്യേറ്റുണ്ടായിരുന്ന മുഴുവൻ ഭൂമിയും ഒഴിപ്പിച്ചുകൊണ്ട് അത്തരത്തിലൊരു പാർക്ക് നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചത് നഗരസഭയാണ്. തുടർന്ന് ആ പദ്ധതി വിപുലീകരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. ടൗൺ സൗന്ദര്യവൽക്കരണം, ടൂറിസം പദ്ധതികൾ, പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പദ്ധതികളും പരിഗണനയിലുണ്ടെന്നും ടി പി ഷാജി സൂചിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരെ തിരഞ്ഞെടുത്തു. ബ്ലോക്കിലെ പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച ചേരും. UDF ഭരിക്കുന്ന പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥിരസമിതി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു. ഐക്യകണ്ഠേനയായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി കോൺഗ്രസിലെ P ഉണ്ണികൃഷ്ണനെ തിരഞ്ഞെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഫരീദ ഇബ്രാഹിംകുട്ടിയെയാണ് തിരഞ്ഞെടുത്തത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി അബ്ദുള്ളക്കുട്ടിയെയും തിരഞ്ഞെടുത്തു. ആവേശം അണപൊട്ടുന്ന ജനത്തിരക്കിനൊപ്പം റെക്കോർഡ് വിറ്റുവരവുമായി ദേശീയ സരസ് മേള മുന്നേറുന്നു. ചാലിശ്ശേരി മുലയമ്പറമ്പുകാവ് സരസ് നഗരിയിൽ 9 ദിവസം പിന്നിടുമ്പോൾ മേളയിലെ ഫുഡ് കോർട്ട് മാത്രം 2 കോടി രൂപയെന്ന ചരിത്ര നേട്ടത്തിനരികിലെത്തി. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പ്രകാരം 1,30,00,000-ലധികം രൂപയുടെ വിറ്റുവരവാണ് ഭക്ഷ്യശാലകളിൽ മാത്രം രേഖപ്പെടുത്തിയത്. ഭക്ഷ്യമേളയിലെ താരം അട്ടപ്പാടിയുടെ സ്വന്തം ചിക്കൻ വിഭവമായ വനസുന്ദരി തന്നെയാണ്. വനസുന്ദരി തേടി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ തിരക്ക് നിയന്ത്രിക്കാനായി വനസുന്ദരിക്കായി മാത്രം ഒരു കൗണ്ടർ കൂടി അധികമായി തുറന്നിരുന്നു. നാടൻ രുചികൾക്കും വൈവിധ്യമാർന്ന വിഭവങ്ങൾക്കും സരസ് നഗരിയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഭക്ഷ്യവിഭവങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കരകൗശല വസ്തുക്കളും ഉൽപ്പന്നങ്ങളും നിറഞ്ഞ വിപണന സ്റ്റാളുകളും വൻ വിൽപ്പനയാണ് നടക്കുന്നത്. കുടുംബശ്രീയുടെ കരുത്തും തനതുൽപ്പന്നങ്ങളുടെ വൈവിധ്യവും ഒത്തുചേർന്നപ്പോൾ സരസമേള ജനപ്രീതിയുടെ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ആളുകളാണ് സാംസ്കാരിക പരിപാടികൾ ആസ്വദിക്കാനും മേളയുടെ ഭാഗമാകാനും സരസ് നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. മേള അവസാനിക്കാൻ 1 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിറ്റുവരവ് ഇനിയും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. വളരെയധികം ഹാപ്പിയിലാണ് സംരംഭകർ. എന്തുകൊണ്ടെന്നാൽ ഇതുവരെയുള്ള സെയിൽസ് എന്ന് പറയുന്നത് റെക്കോർഡ് സെയിൽസാണ്. ചാൻസിനെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവമാണ്. വല്ലാത്ത ജനപ്രവാഹമാണ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്.
എല്ലാവരുടെയും വലിയ സഹകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രൂപത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സരസ്മേളയുടെ വേദിയെ പ്രകമ്പനം കൊള്ളിച്ച് ഗായകൻ സൂരജ് സന്തോഷും സംഘവും തനത് ശൈലി കൊണ്ടും ശബ്ദമാധുര്യം കൊണ്ടും ചാലിശ്ശേരിയുടെ രാവിനെ സംഗീത സാന്ദ്രമാക്കിയ സൂരജ് സന്തോഷ് ലൈവ് കാണികൾക്ക് പുത്തൻ അനുഭവമായി. ഗപ്പി എന്ന ചിത്രത്തിലെ തനിയെ മിഴികൾ തുളുമ്പിയോ എന്ന ഹിറ്റ് ഗാനം സൂരജ് പാടിത്തുടങ്ങിയതോടെ സദസ്സ് ആവേശത്തിലായി. ആരാധകർ ഒന്നടങ്കം ഏറ്റുപാടിയതോടെ ചാലിശ്ശേരിയിലെ പ്രധാന വേദി ആർപ്പുവിളികളാൽ മുഖരിതമായി. പ്രണയവും വിരഹവും ഒരുപോലെ ചാലിച്ച പ്രകടനം കാണികളെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. മലയാളത്തിലെയും തമിഴിലെയും പ്രിയപ്പെട്ട ഗാനങ്ങൾ ഒന്നൊന്നായി വേദിയിൽ ഒഴുകിയെത്തി. ഹിറ്റുകളുടെ ഘോഷയാത്രയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി വേദിയിൽ. മഞ്ഞുതിരുന്ന വഴിയരികിൽ കാത്തുനിന്ന പ്രണയിനിയുടെ ഓർമ്മകൾ സദസ്സിൽ നിറഞ്ഞു. മാലിക്കിലെ തീരമേ തീരമേ നീറുമഴ കടലാഴമേ ദൂരെ എന്ന ഗാനം കടലാഴം പോലെ ആഴമുള്ള ശബ്ദത്തിൽ സൂരജ് പാടിയപ്പോൾ കാണികൾ നിശബ്ദരായി ആസ്വദിച്ചു. മലയാളത്തിനു പുറമെ തമിഴ് ഗാനങ്ങളും വേദിയിൽ വിരുന്നെത്തി. സ്നേഹിതനെ സ്നേഹിതനെ ഒരു ദൈവം തന്ന പൂവേ തുടങ്ങിയ അനശ്വര ഗാനങ്ങൾ ആലപിച്ചപ്പോൾ ഭാഷാഭേദമന്യേ ആസ്വാദകർ അത് ഏറ്റെടുത്തു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മേളയിൽ സംഗീതവും കലയും ഒത്തുചേർന്നപ്പോൾ അത് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 2 മണിക്കൂറോളം നീണ്ടുനിന്ന ഷോ സരസ്മേളയുടെയും ചാലിശ്ശേരിയുടെയും ചരിത്രത്തിലെ തന്നെ മികച്ച കലാനിശകളിൽ ഒന്നായി മാറി. വടക്കാഞ്ചേരി ആറങ്ങോട്ടുകര പാഠശാലയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന കൊയ്ത്തുത്സവം തുടങ്ങി. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം, തണൽ തിരുവനന്തപുരം, AKPCTA സാംസ്കാരിക വേദി, അഷ്ടാംഗം ആയുർവേദ കോളേജ്, പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സഹകരണത്തോടെയാണ് കൊയ്ത്തുത്സവം നടത്തുന്നത്. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വലിയ ടെക്നോളജി എല്ലാം പഠിച്ച ആളുകൾ ആ രംഗത്തു നിന്ന് തിരിച്ച് കാർഷിക മേഖലയിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഏറെ സന്തോഷമുള്ള കാര്യം. തീർച്ചയായും ചെറുപ്പക്കാരെ അടക്കം നമ്മുടെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കഴിയണം. കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ ഒന്ന് അധ്വാനിക്കുന്നത്. അധ്വാനം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പാടത്തും പറമ്പിലും പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വെയിലും മഞ്ഞും മഴയൊക്കെ കൊള്ളേണ്ടി വരും. അങ്ങനെ വെയിലും മഞ്ഞും മഴയുമെല്ലാം കൊണ്ട് പണിയെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പല കാരണങ്ങളും ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാൻ ഈ സന്ദർഭം. അപ്പോൾ അത് നല്ലതാണ് എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകും. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് KP വേലായുധൻ, കൃഷിയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ചിരുന്ന കർഷകൻ പത്മനാഭൻ തലശ്ശേരി എന്നിവരെ കഥാകൃത്ത് V ഗിരീഷ് അനുസ്മരിച്ചു. ശശികരയിൽ KV ശ്രീജ, M മഞ്ജുള എന്നിവർ സംസാരിച്ചു. വിവിധ രംഗങ്ങളിൽ നേട്ടം കൈവരിച്ച കലാമണ്ഡലം ഗിരീശൻ, മോഴിക്കുന്നം ബ്രഹ്മദത്തൻ, കലാമണ്ഡലം സംഗീത, CG മധുസൂദനൻ, അസീസ് പെരിങ്ങോട്, ബിബിൻ ആറങ്ങോട്ടുകര, വിജിത രാജേഷ് വാഴേക്കാട്ട്, വൃന്ദ, CV ശരണ്യ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വൈകിട്ട് ശാന്തി പ്രിയയുടെ ബാവുൽ സംഗീതം, ഗായത്രി സേതുമാധവൻ്റെ ഭരതനാട്യം, കലാപാഠശാല ആറങ്ങോട്ടുകരയുടെ ദന്താശുപത്രിക്കും ഇടയിൽ ഒരു കവല, വിവാഹ സമ്മാനം എന്നീ നാടകങ്ങളും അരങ്ങേറി. വിനീത നെടുങ്ങാടി നയിച്ച നൃത്തശില്പശാല, രമേശ് വർമ്മ, ശ്രീജിത്ത് രമണൻ, പാർത്ഥസാരഥി, അഭിമന്യു, ഫിലിപ്പ് വിക്ടർ എന്നിവർ നയിച്ച നാടകശില്പശാല, V ഗിരീഷ് ആറങ്ങോട്ടുകര, സുബിൻ ചെറുതുരുത്തി, ബാബു കള്ളിക്കുന്ന് എന്നിവർ നേതൃത്വം നൽകിയ ചിത്രപ്രദർശനവും നടന്നു. സാംസ്കാരിക സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പുസ്തക പ്രകാശനങ്ങൾ, നാടകങ്ങൾ, പാട്ടും പറച്ചിലും എന്നിവ അരങ്ങേറി. സമാപന സമ്മേളനം UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. TS ശ്യാംകുമാർ മുഖ്യാതിഥിയായി. തുടർന്ന് മോഹിനിയാട്ടം, നാടകങ്ങൾ എന്നിവ അരങ്ങേറി.
വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങി. താലൂക്കിലെ എല്ലാ വില്ലേജ് ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി തഹസിൽദാർ ടി.പി. കിഷോർ പറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടാമ്പി താലൂക്കിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബന്ധപ്പെട്ടുള്ള യോഗത്തിന് ശേഷമായിരുന്നു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാൻ തീരുമാനിച്ചത്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആശങ്കകളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നതെന്ന് തഹസിൽദാർ ടി.പി. കിഷോർ പറഞ്ഞു. വില്ലേജ് ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഡ്രാഫ്റ്റ് റോളിൽ ഉൾപ്പെടാത്ത, അതായത് നിലവിൽ 2025 പട്ടികയിൽ വോട്ടറായിട്ട് ഉൾപ്പെടാത്ത വ്യക്തികൾക്ക് ഇപ്പോൾ ഫോം നമ്പർ 6 കൊടുത്തിട്ട് അല്ലെങ്കിൽ 6A കൊടുത്തിട്ട്, വിദേശ വോട്ടർമാരാണെങ്കിൽ 6 ആണ്, പ്രവാസി വോട്ടർമാർക്ക് 6A കൊടുത്ത് പേര് ചേർക്കാനും, അതുപോലെ ഫോം നമ്പർ 8 കൊടുത്തിട്ട് ഷിഫ്റ്റ് ചെയ്യാനും വോട്ടർ പട്ടികയിലെ തെറ്റായ വിവരങ്ങൾ തിരുത്തുവാനുള്ള അവസരം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിൽ നിന്നും ഒരുപാട് അപേക്ഷകൾ ഇതിനകം തന്നെ ER1 ലോഗിനിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും SIRമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. പലരും നേരിട്ട് ഫോൺ വഴിയും നേരിട്ടെത്തിയും സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ താലൂക്ക് ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രധാനപ്പെട്ട ആശങ്കകൾ, വളരെ ജെനുവിനായിട്ടുള്ള ആശങ്കകൾ ആർക്കെങ്കിലും പരിഹരിക്കപ്പെടാതുണ്ടെങ്കിൽ BLOമാരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ പ്രധാനപ്പെട്ട ആശങ്കകൾ ദൂരീകരിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർമാരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയും പരിഹരിക്കാം. ഇനി അതല്ല, നേരിട്ട് താലൂക്കിലെ ഹെൽപ്പ് ഡെസ്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും പരിഹരിക്കാം. ഇതുപോലെ തന്നെ നമ്മൾ വില്ലേജ് ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ്. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും തഹസിൽദാർ വിശദീകരിച്ചു. ഇതിനു മുമ്പ് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത് ഡിജിറ്റൈസേഷൻ പട്ടാമ്പി താലൂക്കിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് നോൺ മാപ്പിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള താലൂക്കാണ് പട്ടാമ്പി താലൂക്ക്. പട്ടാമ്പിയിൽ ഉൾപ്പെട്ട തൃത്താല, പട്ടാമ്പി അസംബ്ലി മണ്ഡലങ്ങളിൽ. തൃത്താലയിൽ 5665 പട്ടാമ്പിയിൽ 3937 കേസുകൾ മാത്രമാണ് മാപ്പിങ്ങിൽ ഉൾപ്പെടാതെ വന്നിട്ടുള്ളത്. ഈ കേസുകൾക്ക് മാത്രമാണ് നമ്മൾ ഹിയറിങ് നടത്താൻ പോകുന്നത്. അവർക്കുള്ള നോട്ടീസ് ജനറേഷൻ ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. അതിൻ്റെ പ്രിൻ്റ് എടുത്ത് BLOമാരിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഹിയറിങ് ഷെഡ്യൂൾ ചെയ്തുള്ളത് 8-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള തീയതികളാണ്, ജനുവരി. ഹിയറിങ്ങിന് വേണ്ടി BLOമാർ വീടുകളിലെത്തി നോട്ടീസ് കൈമാറുന്നത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഹിയറിംഗ് സ്ഥലത്ത് ഹാജരാവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത കേസുകളിൽ ഹിയറിംഗ് ആവശ്യമില്ല എന്നുള്ളത് CEO തന്നെ വ്യക്തമാക്കിയുള്ള സാഹചര്യത്തിൽ പരമാവധി ഹിയറിങ്ങിന് ഹാജരാവാതെ തന്നെ നമ്മൾ ഈ ആൾക്കാരെ പേര് നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. മേഴത്തൂർ ഇരുപ്പക്കോട്ടുകാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന് കൊടിയേറി. തന്ത്രി പൊതിയിൽ ചേന്നാസ് മനക്കൽ ഗിരീശൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടത്തി. മലമൽക്കാവ് മനോജ് മാരാരുടെ വാദ്യമേളം അകമ്പടിയേകി. ചടങ്ങുകളുടെ ഭാഗമായി ജനുവരി 8-ന് ശുദ്ധിക്രിയകൾ നടത്തിയിരുന്നു. ജനുവരി 9-ന് വലിയ ബലിക്കല്ല് പ്രതിഷ്ഠയും അനുബന്ധ പൂജകളുമുണ്ടായി. ജനുവരി 14 കാലത്ത് 9 മണിക്ക് ക്ഷേത്രകുളത്തിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.